ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ജാസ്മിൻ ജാഫർ വീണ്ടും ഏറിലോട്ട് പോയേക്കുവാണ്. ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലക്കുളക്കടവിൽ പോയി ഷൂട്ട് ചെയ്യുകയും കാല് കഴുകുകയും പിന്നെ നടപ്പുരയിലൊക്കെ നടന്ന് റീൽസൊക്കെ എടുക്കുന്നതൊക്കെ ആയിരുന്നു കാരണം. പുള്ളിക്കാരിയുടെ പേരിൽ ക്ഷേത്രാധികൃതർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് മാപ്പൊക്കെ പറഞ്ഞ് റീൽസ് ഡിലീറ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ട് പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ കല്യാണ ഷൂട്ടിംഗ് അതൊന്നും അല്ലാതെ ഇങ്ങനെ റീൽസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം വന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വേറൊരു കൃഷ്ണഭക്ത കാരണമുണ്ടായ നിയമങ്ങളൊക്കെയാണ്. മാധ്യമപ്രവർത്തകർക്ക് പോലും അനുവാദമില്ലാത്ത കാര്യമാണ് ഈ ഗുരുവായൂർ അമ്പല പരിസരത്തൊക്കെ വെച്ചിട്ടുള്ള ഈ ഷൂട്ടിങ്ങും കാര്യം. അവിടെയാണ് നമ്മുടെ ജാസ്മിനും കൂട്ടരും പോയിട്ട് ഈ വിധത്തിലുള്ള റീൽസൊക്കെ എടുത്തിരിക്കുന്നത്. പുള്ളിക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് അമ്പലത്തിൽ വെച്ചൊരു റീലൊക്കെ എടുക്കാം. റീൽസിന് നല്ല റീച്ചും കിട്ടും. നല്ല തനി നാടൻ ലുക്കിലാണ് ആ റീൽസൊക്കെ ഉണ്ടായിരുന്നത്, നല്ല സുന്ദരിയായ ലുക്കിലൊക്കെ. പക്ഷേ സംഭവം പാളിപ്പോയി. അപ്പോൾ ഇതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് അമ്പലക്കുളമൊക്കെ പുണ്യാഹം നടത്താനും അമ്പല പരിസരം ശുദ്ധികലശം നടത്താനൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് കോടതിയിൽ നിന്ന് റിപ്പോർട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റിംഗ് ചെയ്യണം. അതിനു മുമ്പ് തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും പിന്നെ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ജാഫർ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് കാണേണ്ടി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം വന്നിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ജസ്ന സലീം കൃഷ്ണഭക്ത കാരണമാണ് ഇങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ടായത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ജാസ്മിൻ ജാഫർ എന്തിനിങ്ങനെ ചെയ്തു എന്നതാണ് മനസ്സിലാവാത്തത്. അറിവില്ലായ്മയൊന്നുമല്ലായിരിക്കും, അതറിയാത്തതായിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കിതിന് പിറകിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്